വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ മതി കേട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുട്ടികൾക്കടക്കം എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഫ്രൈ പാൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് നെയ്യൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇനി വേണ്ടത് അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം എടുക്കുക കേട്ടോ, നേന്ത്രപ്പഴം. അതിനെ നല്ല കട്ടി കുറഞ്ഞിട്ട് ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാനിത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ 2 സൈഡും ഒന്ന് വാട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മറിച്ചിടുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് മറിച്ചിടുക, പെട്ടെന്ന് പൊട്ടിപ്പോവും. കനം കുറച്ചല്ലേ കട്ട് ചെയ്തിട്ടില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് 2 സൈഡും മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡ് ഒന്ന് റെഡിയാവുന്ന സമയത്ത് നമുക്കിതിനെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഞാനിവിടെ മോനിക്ക് സ്നാക്കായിട്ട് സ്കൂളിലൊക്കെ കൊടുത്ത് വിടാറുള്ളതാണ് കേട്ടോ. അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്ക്, അവർക്കും ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു മുട്ടയും 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നേരത്തെ നെയ്യ് ചൂടാക്കി അതേ പാനിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് വേഗം തന്നെ ആ പഴങ്ങൾ എല്ലാം ഒന്ന് നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇത് വേവാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് തേങ്ങ ഞാൻ ഇതിൻ്റെ മേലെയായിട്ട് വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ബനാന ഓംലെറ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കാം കേട്ടോ, നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ ഇനി അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് ഇത് സെറ്റായിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ സൈഡ് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം കേട്ടോ. പക്ഷേ അതിനേക്കാളും രസം ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. കനം കുറച്ച് നേന്ത്രപ്പഴം കട്ട് ചെയ്തുകൊണ്ടാണ് നമുക്കിങ്ങനെ റോൾ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടമാണ്. ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല, ആ പഴത്തിൻ്റെ മധുരമാണ് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യുക. താങ്ക്